അതിശക്തമായ പ്രചാരണ ആവേശ കലാശത്തൊടുവിൽ ഇന്ന് പാലക്കാട് ഈ മണിക്കൂറിൽ പോളിംഗ് ബൂത്തിലാണ്. പാലക്കാട് വിധി എഴുതുന്നു. ആദ്യ 3.5 മണിക്കൂറിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് തുടങ്ങും മുൻപ് പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. ഇപ്പോൾ AK ബാലന് ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുകയാണ്. AK ബാലന്റെ പല പ്രതികരണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വലിയ ചർച്ചയായതാണ്. ആർ ശ്രീത്ത്, ദീപക് ധർമ്മടം, S വിജയകുമാർ, തനേഷ് സമി, നിഖിൽ പ്രമേഷ്, വിപിൻ സി വിജയൻ, അശ്വിൻ പാലാഴി, ശ്രീകുമാർ അടക്കം നമ്മുടെ ടീം, നമ്മുടെ പട അവിടെ എല്ലാ ബൂത്തുകളും സജ്ജമാണ്. രാവിലെ മുതൽ സജ്ജമാണ്. ആർ ശ്രീത്ത് ചേരുകയാണ്. ശ്രീത്ത്, 21.16% എന്ന് പറയുന്ന 10-35 കണക്ക് എത്രത്തോളം പോളിംഗ് ശതമാന വർധനയിൽ മുന്നണികൾക്ക് പ്രതീക്ഷ നൽകുന്ന കണക്കാണ് ശ്രീത്ത്? ഹാഷ്മി, പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിന് ഒപ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ മണിക്കൂറിൽ പോളിംഗ് ശതമാനം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. രാവിലെ ഉണ്ടായിരുന്ന അതേ തോതിലുള്ള ഒരു പോളിംഗ് പുരോഗതിയല്ല ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് പട്ടണത്തിലെ ചില ബൂത്തുകളിലെങ്കിലും വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളിലും ഈ രാവിലെ പ്രഭാതം ഒരു 10 മണിയിലേക്ക് എത്തുമ്പോൾ കുറച്ച് വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അധികാലത്ത് ജോലിക്കും മറ്റും പോകുന്നവർ കൂട്ടത്തോടെ വന്ന് പോളിംഗ് പൂർത്തിയാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് പറക്കുന്നം ഗവൺമെൻറ് LPSലെ 34-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ നഗരസഭയിൽ LDF പ്രതിനിധി ഉള്ള ബൂത്താണിത്, വാർഡാണിത്. ഇവിടെ രാവിലെ കഴിഞ്ഞ തവണ ഏതാണ്ട് 85% പോളിംഗ് നടന്ന ബൂത്താണ്. ഇവിടെ ഇതുവരെയും 25ഓളം എത്തിയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായും നല്ല പോളിംഗ് നടക്കുമെന്ന് ഇവിടെ LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ ഒരുപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എന്തായാലും പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറയുമോ എന്ന ആശങ്ക ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഉച്ചയോട് അടുക്കുമ്പോഴാണ് ഈ കാര്യത്തിലൊരു വ്യക്തത വരിക. ഇപ്പോൾ പട്ടണത്തിലെ ചില ബൂത്തുകൾ ആളുകളുടെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു ഇടവേളയായി കണക്കാക്കുന്നതേ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തകർ. മറ്റ് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന ബൂത്തുകളിൽ എത്തിക്കുന്ന പ്രവർത്തനം വളരെ ഊർജിതമായിട്ടുണ്ട്. എന്നാൽ BJP ശക്തി കേന്ദ്രങ്ങളായ അകത്തേത്തറ, വടക്കന്തറ, മൂത്താന്തറ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല പോളിംഗ് നടക്കുന്നു. അവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കുന്ന പ്രവർത്തനം BJPയുടെ പ്രവർത്തകർ നടക്കുന്നുണ്ട്. മൂത്താന്തറയ്ക്ക് ഏകപക്ഷീയമായി BJPക്ക് വലിയ ശക്തി കേന്ദ്രമുള്ള, വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. മറ്റു പാർട്ടികൾക്ക് അവിടെ താരതമ്യേന സ്വാധീനം കുറവാണ്. അവിടെയൊക്കെ നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. കൽപ്പാത്തി മേഖലയിലും നല്ല പോളിംഗ് നടക്കുന്നു. എന്തായാലും ഈ മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളുടെ പോളിംഗ് കൂടി നമുക്കിനി കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആദ്യ 10 മണിക്ക് കഴിയുമ്പോൾ 23% കടക്കുന്നു എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല പോളിംഗ് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകുന്നത്. സാമാന്യം നല്ല പോളിംഗ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. രാവിലത്തെ ഒരു വലിയ ബൂം കണ്ടപ്പോൾ ഒരു പക്ഷേ വലിയ പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു 75-76% 2011 മോഡലിലേക്കൊക്കെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതിലേക്കൊക്കെയോ ഒക്കെ വലുതായിട്ട് പോയേക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യത്തെ പുലർച്ചെയുള്ള മണിക്കൂറിലെ കനത്ത പോളിംഗിന് ഈ സമയമാകുമ്പോഴേക്കും ചെറിയൊരു ഡിപ്പുണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം. അത് ചിലപ്പോൾ സ്വാഭാവികമാവും. കാര്യം ഈ സമയമാകുമ്പോഴേക്കും രാവിലെ ജോലിക്ക് പോകേണ്ടവരൊക്കെ അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരൊക്കെ രാവിലെ ഒന്നിറങ്ങി വോട്ട് ചെയ്യുക എന്നൊരു രീതിയുണ്ട്. ആ രീതി ഒരു തുടർച്ച തന്നെയാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ആ നീണ്ട നിരയുള്ള അതിൻ്റെ ശതമാനം പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിലെങ്കിലും പോളിംഗ് മന്ദഗതിയിലാവുന്നു എന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ചില ബൂത്തുകളിലൊക്കെ രാവിലെ 6:00 വന്നവർ 9:30 വരെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ബൂത്തുകളിലെങ്കിലും ഈ പോളിംഗ് സ്ലോ ആവുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ നിൽക്കുന്നത് ഏത് മേഖലയിലുള്ള ബൂത്തിലാണ്? എന്താണ് അവിടുത്തെ ഈ സമയത്തെ ബൂത്തിലെ കാഴ്ച? അഷ്മി, മാത്തൂർ പഞ്ചായത്തിലെ ആനിക്കോട് എന്ന പ്രദേശത്തെ സ്കൂളിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 158, 157, 142 ഇങ്ങനെ 3 ബൂത്തുകളാണുള്ളത്. ഇവിടെ ഇപ്പോഴും സാമാന്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ തിരക്കുണ്ടായിരുന്നു. പിന്നെ ക്യൂ നീങ്ങുന്നത് അത് വളരെ മന്ദഗതിയിലാണ് എന്ന് പറയേണ്ടി വരും. ഒരു 9 മണി വരെ ഉണ്ടായിരുന്ന ആ ഒരു ചലനം ഇപ്പോഴധികം കാണുന്നില്ല. കാരണം ഓപ്പൺ വോട്ടുകൾ ചില ഇടങ്ങളിൽ 6:00 വന്ന വോട്ടർമാരൊക്കെ 9:30 വരെ നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നു. അങ്ങനെ ക്യൂ നീക്കം മന്ദഗതിയിലാവുന്ന എന്തുകൊണ്ടാണ്? ഒരാൾക്ക് വോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുന്നുണ്ടോ?
അഷ്മി, ക്യൂ നീണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന്, ഓപ്പൺ വോട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രായമായവർ കൂടുതലായി വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഉള്ളിൽ കയറി വോട്ട് ചെയ്യാനാണ് ആദ്യം പ്രാഥമികമായിട്ടുള്ള പരിഗണന നൽകുന്നത്. ആ പരിഗണന അവർക്ക് നൽകുമ്പോൾ ക്യൂ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു മന്ദഗതിയിലാവുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നഗരത്തെ സംബന്ധിച്ച് ഈ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോൾ മാത്തൂർ പോലുള്ള മേഖലകളിൽ കൂടുതലായി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു കാഴ്ചയുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീസർമാരോട് ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു 22-ന്റെ മുകളിലേക്ക് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കണക്കുള്ളത്. എന്നാൽ പൊതുവെ എടുക്കുമ്പോൾ അത് 20% കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ച് ആ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും ഉണ്ട്, ഇപ്രാവശ്യവും ഉണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ ഇത് മന്ദഗതിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് വെയിലൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കൂടി കുറച്ചുകൂടി തിരക്കുണ്ടാവും. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വോട്ട് ചെയ്യാൻ പരമാവധി ആളുകളെ എത്തിക്കാനായിരുന്നു പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരുടെയൊക്കെ ഒരു ശ്രമം ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ 5ാമത്തെ സ്കൂളും ഏകദേശം ഒരു 20ഓളം ബൂത്തുകളും ഇതിനോടകം കവർ ചെയ്ത് കഴിഞ്ഞു. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പരമാവധി വോട്ടർമാരെ എത്തിക്കാൻ അതിരാവിലെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു 9 മണിക്ക് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും ഒരു മന്ദഗതിയിലായിരിക്കുന്നത്. അത് ജോലിക്കൊക്കെ ആളുകൾ പോയതിൻ്റെ ഒരു കാര്യം കൂടി ആയിരിക്കും. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതെ, 142 നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മെല്ലെ ആവുന്നുള്ളൂ പറഞ്ഞു അവര്. 158 ഒരു മന്ദഗതിയിലാണല്ലേ? അതെ, 142 നല്ല സ്പീഡായിട്ട് രാവിലെ തന്നെ നടന്നു. അതിരാവിലെ മുതൽ ഇപ്പോൾ പരമാവധി ആളുകൾ എത്തിയിട്ടുണ്ടോ? അത്രയില്ല, എന്നാലും 1204 വോട്ടർമാരാണ്. അതിൽ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡിൽ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പോളിംഗ് മെഷീൻ അങ്ങനെ മന്ദഗതിയിലാവാൻ മറ്റു കാരണങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അഷ്മി, BLOമാരാണ് സംസാരിച്ചത്. 158 മാത്രമാണ് കുറച്ച് മന്ദഗതിയിലായിട്ട് പോകുന്നത്. അത് രാവിലെ മുതൽ തന്നെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതുമാണ്. നേരമായോ വന്നിട്ട്? കുറേ നേരമായി, ഒരു അരമണിക്കൂർ മേലെയായി. അതെ, ക്യൂ നീങ്ങുന്നില്ല, പതുക്കെ നീങ്ങുന്നുള്ളൂ. അതെ. വീട്ടിലുള്ളവരൊക്കെ വോട്ട് ചെയ്യാനൊക്കെ എത്തിയോ? എത്തിയിട്ടില്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. വീട്ടിലുള്ളവർ കുറച്ച് വൈകിട്ടേ വരുള്ളൂ. തിരക്ക് കാരണം കുറച്ച് വൈകിട്ടേ വരുള്ളൂ. ഒന്ന് നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാന്നാണോ? ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ ആഷ്മി, അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഉച്ചയ്ക്ക് ശേഷം ഈ വെയിലൊക്കെ ഒന്ന് ആറിയതിനു ശേഷം എത്താമെന്ന് കരുതിയവരുമുണ്ട്. അപ്പോൾ ഗ്രാമപ്രദേശത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ BLO ആണ് നേരത്തെ സംസാരിച്ചത്. അപ്പോൾ 142 വലിയ നല്ല രീതിയിലുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. മറ്റ് സ്കൂളുകളെ സംബന്ധിച്ചും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്പീഡിന് ചെറിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മാത്തൂരിലെ ഒരു വസ്തുത. 21.16% എന്നുള്ളതാണ്. 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി 10:45 ആകുമ്പോഴേക്കും പാലക്കാട്ടെ അവസ്ഥ. ഒട്ടുമിക്ക എല്ലാ പഞ്ചായത്തുകളിലും നഗരമേഖലകളിലും അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് ഈ കണക്കുകൾ തമ്മിലില്ല. പക്ഷേ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ എന്നുള്ളതാണ് ഈ ശതമാന കണക്ക്.